എടുത്തേമേ. ഒരൊറ്റ ഫോൺ കോളിൽ നീ ആജീവനാന്ത ആകത്ത. നീയല്ലേ നസീറിനെ കൊന്നത്? ഞാനോ? നീ അല്ലെങ്കിൽ നിന്റെ ആശാൻ. പറ, കൊന്നിട്ട് നിങ്ങൾ ആ ബോഡി എന്ത് ചെയ്തു? അയ്യോ, ഞങ്ങളെങ്ങും ആരെയും കൊന്നിട്ടില്ല. പക്ഷെ പോലീസിന് എന്തൊക്കെയോ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. സംശയങ്ങൾ മുഴുവൻ നീങ്ങുന്നത് നിന്റെ നേരെയാ. എടുത്തേമേ, എന്റെ ആശം വിളിച്ചനുസരിച്ച് ഞാൻ പോയി എന്നുള്ള സത്യമോ? ബോഡി എടുത്ത് മാറ്റാനായി ആശാന്റെ കൂടെ നിന്ന് കൊടുക്കുകയും ചെയ്തു. പക്ഷെ ആ കൊലപാതകമായി എനിക്കും എന്റെ ആശാന് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തിനാടാ നിങ്ങൾ ആ ബോഡി അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പോയത്? അത് ഏട്ടത്തേമയ്ക്ക് വേണ്ടിയാ. ഏട്ടത്തേമ്മയുടെ അച്ഛനെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിട്ട്. നസീറിന്റെ കൊലപാതകം പുറത്തറിഞ്ഞ അത് ഏട്ടത്തേമ്മയുടെ ജോലിയെ ബാധിക്കുമെന്ന് പറഞ്ഞാണ് ആശാനെ ഞാനത് എടുത്തു മാറ്റാൻ വേണ്ടി പോയത്. മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ ഞാനവിടെ ചെല്ലുമ്പോഴാണ് സത്യത്തിൽ അറിയുന്നത്. ദയവ് ചെയ്ത് ഏട്ടത്തേമ്മ ഇതൊന്ന് വിശ്വസിക്കണം. അവിടെ എന്താ നടന്നെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. അതല്ല, ഇവിടെയാണ് നസീറിന്റെ ബോഡി കുഴിച്ചിട്ട സ്ഥലം. സംഗതി ഇവിടെ ഒന്നുമില്ല. എന്നാലേ നമുക്ക് കുഴി മൂടാം. ഇതൊക്കെയാണ് ഏട്ടത്തേമ്മ അന്ന് അവിടെ നടന്നത്. അല്ലാതെ ആ കൊലപാതകം ഞങ്ങൾക്ക് രണ്ടാൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇതെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടായിരുന്നു നീ നടന്നത് അല്ലേ? പറ, ഇനി പറ, നിന്റെ ആശാൻ എവിടെ പോയിരിക്ക? എന്തെങ്കിലും ഒരു സൂചന നിനക്ക് തരാൻ പറ്റും? അറിയാമെങ്കിൽ ഒന്ന് പറയടാ. ഏട്ടത്തേമ്മ, ആശാനെ കണ്ടെത്തേണ്ടത് ഏട്ടത്തേമ്മ പോലെ എന്റെയും ആവശ്യമാ.